Hello everyone, welcome to Erase product training video. My name is Shahid, work here as sales executive in Muscat. Today I am going to introduce you our charger EC76. EC76 is one of your new model. Erase ഫാമിലിയിലെ പുതിയൊരു അംഗമാണ് EC76. ഈ 3 വേരിയൻറ്റിലാണ് ഇതിപ്പോൾ വരുന്നത്. അതായത് നിങ്ങൾക്കിവിടെ കാണാം C2Cയും C2 ഐഫോണും മൈക്രോ ടു USB-യിലുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് ഈ വേരിയൻ്റ് ഉള്ളത്. ഇനി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ PD 20 വാട്ട്സ് ആണ്. 0 to 65 ആകാൻ 30 മിനിറ്റ്സ് ആണ് ആവശ്യമുള്ളത്. ആദ്യം ഫങ്ഷൻസ് പറയാം, അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് എലാബറേറ്റ് ചെയ്യാം. അടുത്ത ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇറേസിൻ്റെ സ്മാർട്ട് ചിപ്പ് ടെക്നോളജിയാണ്. തേർഡ് എന്ന് പറയുന്നത് PD ഫാസ്റ്റ് ചാർജ് ആണ്. ഇനി നമുക്ക് ഓരോ ഫങ്ഷൻസിനെയും കുറിച്ച് എലാബറേറ്റ് സംസാരിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് PD 20 വാട്ട്സ് എന്നാണ്. PD 20 വാട്ട്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ എല്ലാ കമ്പനികളും വാട്ട്സ് ഏത് തരത്തിലുമാണ് എഴുതി വെക്കാം, 60, 30, 40, അത് അവരോട് ഇഷ്ടമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ എത്രയാണ് വാട്ട്സ് നമ്മൾ തരുന്നത് അത് ഫുൾഫില്ലായിട്ട് നമ്മളത് നമ്മുടെ പ്രൊഡക്റ്റിലൂടെ നമുക്കത് എത്തിക്കുന്നുണ്ട്. നമ്മളത് അതായത് നമ്മൾ 20 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് 20 മസ്റ്റ് ആയിരിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല. 19.9 പോലും കിട്ടാറില്ല. 20 എന്ന് പറഞ്ഞാൽ 20 തന്നെ ആയിരിക്കും കിട്ടും. ഇനി സെക്കൻഡിലേക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ 0 to 65% in 30 minutes. അതായത് ഒരു ഡെഡായ മൊബൈൽ, നമ്മുടെ മൊബൈൽ ചാർജ് തീർന്ന് ഓഫായി, അപ്പം ഒരു ഓൾമോസ്റ്റ് ഓൾ മൊബൈലുകളാണെങ്കിലും 0 to 65% എത്താൻ എടുക്കുന്നത് 30 മിനിറ്റ്സ് ആണ്. അതിനിപ്പം ഒത്തിരി മൊബൈലുകൾ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ പല വേരിയൻറ്റും പവർ വ്യത്യാസമുള്ളതുണ്ട്. 200 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ പോലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും എങ്കിൽ പോലും ഓൾമോസ്റ്റ് പല പ്രൊഡക്റ്റിലും 0 to 65% ആവാൻ 30 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഈ ചാർജർ കൊണ്ട് പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറേസിന്റെ സ്മാർട്ട് ചിപ്പ് ടെക്നോളജിയാണ്. അതിനെക്കുറിച്ച് പറയുമ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മൾ അറിയാലോ, നമ്മുടെ ഓൺ ബ്രാൻഡാണ് ഇറേസ്. നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല ഇറേസ്. നമ്മൾ ഓൺ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ ചിപ്പ് നമ്മുടെ ഓൺ ചിപ്പാണ്. നമ്മൾ ഓണായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ചിപ്പാണ്. നമ്മുടെ സ്വന്തം ചിപ്പാണ്, നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% കോൺഫിഡൻസോടെ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസിനെയും അല്ലെങ്കിൽ ചിപ്പ് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് 100% കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ, നമ്മളിപ്പം നമ്മുടെ ഓരോ കൺട്രി അനുസരിച്ചാണ് ഓരോ ചാർജറും ഡെവലപ്പ് ചെയ്യുന്നത്. ഒമാൻ പോലൊരു കൺട്രി എന്ന് പറയുന്നത് വളരെ ഹീറ്റാണ്. അതായത് 12 മാസത്തിലൊരു 7-8 മാസമെങ്കിലും ഭയങ്കര ഹീറ്റ് 50 ഡിഗ്രി വരെ ഉള്ള നാടാണിത്. അപ്പം ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ നമ്മുടെ ചിപ്പ് വഴി നമ്മൾ നൽകുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. ഏത് തരത്തിൽ ഇപ്പം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നമുണ്ട്. ഇതൊന്നും നമ്മുടെ മൊബൈലിനെ ബാധിക്കില്ല. അതിനെല്ലാം നമ്മുടെ ചിപ്സെറ്റ് തടഞ്ഞുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് നമ്മുടെ മൊബൈലിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് PD ഫാസ്റ്റ് ആണ്. അതായത് PD ഫാസ്റ്റ് എന്ന് പറയുമ്പം ഈ എല്ലാ മൊബൈലും ചാർജ് ആവും. ഏത് ലോക്കൽ ചാർജർ കുത്തിയാലും ചാർജ് ആവും. പക്ഷേ എത്രയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാസ്റ്റ്, ആ മൊബൈൽ നമുക്കിപ്പം ഒരു 2 മണിക്കൂർ കൊണ്ട് മൊബൈൽ ഫുൾ ആവുന്നു, 1 മണിക്കൂർ കൊണ്ട് മൊബൈൽ ഫുൾ ആവുന്നു. നമ്മുടെ ഈ ചാർജർ യൂസ് ചെയ്യുന്ന ഉടനെ ഇത്രയും മാക്സിമം സ്പീഡിൽ PD എത്രയാണോ സപ്പോർട്ട് തരുന്നത് അതിന്റെ എക്സ്ട്രീം ലെവലിൽ ആ ഫാസ്റ്റിൽ തന്നെ ഇത് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇനി ഇത് സംസാരിക്കുന്നതിന്റെ കൂടെ ഇതിന്റെ സെല്ലിംഗ് പോയിന്റ്സ് കൂടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോഴും നിലവിൽ ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു സിംഗിൾ PD ചാർജർ അല്ല. ഒരു USB ഉണ്ട്, ഒരു PD ഉണ്ട്. അതായത് PD-യിൽ നിന്ന് 20 വാട്ട്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. USB-യിൽ നിന്ന് 18 വാട്ട് സപ്പോർട്ട് ഉണ്ടാവും. ഇനിയിപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഈ ഒരേ സമയം 2 മൊബൈൽ യൂസ് ചെയ്താൽ എന്താണ് സ്പ്ലിറ്റ് ആവുമോ, അതായത് 20ഉം 18 എന്നുള്ളത് സ്പ്ലിറ്റ് ആവുമോ, പല രീതിയിലേക്ക് മാറുമോ എന്ന ഡൗട്ടൊക്കെ ഉണ്ടാകാം. ഒരേ സമയം 2 മൊബൈൽ യൂസ് ചെയ്താലും PD-യിൽ നിന്ന് 20ഉം USB-യിൽ നിന്ന് 18ഉം കിട്ടും. ഇനി അടുത്തൊരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് PPS ടെക്നോളജിയാണ്. PPS ടെക്നോളജി എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ പവർ സപ്ലൈ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇത് വളരെ നോട്ട് ചെയ്ത് വെക്കുക. PPS ടെക്നോളജി, പ്രോഗ്രാമബിൾ പവർ സപ്ലൈ. അതായത് ഇപ്പം അറിയാം, നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം, ബാറ്ററി പെട്ടെന്ന് വീക്കായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓവറായിട്ടുള്ള കറണ്ടും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഫോണിലേക്ക് കയറുന്നത് കൊണ്ട് തന്നെയാണ് അതിന്റെ ബാറ്ററിക്ക് പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് വരുന്നത്. ഈ PPS ടെക്നോളജി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഫോൺ ഒരു 15 വാട്ട്സ് ആണ്, 12 വാട്ട്സ് ആണ്, അല്ല ഇപ്പൊ ഒരു സാംസങ് 12 വാട്ട്സ് ആണ്, 15 വാട്ട്സ് ആണ്, 18 വാട്ട്സ് ആണ്. 20ന്റെ ആവശ്യം അതിനില്ല. അപ്പം നമ്മുടെ ഈ ചാർജറിലെ ഈ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ എത്രയാണോ മൊബൈലിലേക്ക് കയറേണ്ട ആവശ്യമായിട്ടുള്ള വാട്ട്സ്, അതായത് 12 മതി എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്തിട്ട്, അതായത് ഒരു കാരണവശാലും ഐഫോണോ അങ്ങനെയുള്ള മൊബൈലിലൊന്നും ഈ ഓവറായിട്ടുള്ള പവർ കയറി, ഓവറായിട്ടുള്ള വാട്ട്സ് കയറി എൻ്റെ ബാറ്ററി അടിച്ചു പോയി അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല. കാര്യം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് PPS ടെക്നോളജി. ഓർത്ത് വെക്കുക, പ്രോഗ്രാമബിൾ പവർ സപ്ലൈ. എത്രയാണോ മൊബൈലിന് ആവശ്യമുള്ളത് അത് മാത്രമായിരിക്കും സപ്ലൈ ചെയ്യും. പിന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം എല്ലാ കസ്റ്റമേഴ്സും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് എൻ്റെ മൊബൈൽ സൂപ്പർ വോക്കാണ്, അതിൽ
എഴുതി കാണിക്കുന്നില്ല, എൻ്റെ ക്വിക്ക് ചാർജിങ് ആണ് അത് എഴുതി കാണിക്കുന്നില്ല, എൻ്റെ സാംസങ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് അങ്ങനെയുള്ള ഫംഗ്ഷൻ കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ് ഇറൈസിന്റെ ഈ പുതിയ ഇത് വരുന്നത്. ഞാൻ ഇറൈസിന്റെ സേഫ്റ്റി ചിപ്പും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഇപ്പം USB ഉണ്ട്, ഇപ്പം ഞാൻ 2 പോർട്ടുണ്ട്, ഒന്ന് USB ആണ്, ഒന്നും PD ആണ്. ഇതിലെ രണ്ട് പോർട്ടിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൊബൈൽ സപ്പോർട്ട് ചെയ്യുന്ന ക്വിക്ക് ചാർജ് ആണെങ്കിൽ ക്വിക്ക് ചാർജ്, സൂപ്പർ വോക്ക് ആണെങ്കിൽ സൂപ്പർ വോക്ക്, ഇനി സാംസങ്ങിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്, ഇത് 3 ഫംഗ്ഷൻസും കൃത്യമായിട്ടുള്ള എഴുതി കാണിച്ചുകൊണ്ടുള്ള ചാർജ് ആയിരിക്കും വരിക. ഇനിയിപ്പോൾ പറയും എഴുതി കാണിക്കുക മാത്രമാണോ? അല്ല. നിങ്ങൾ സൂപ്പർ വോക്ക് കണക്ട് ചെയ്യുന്ന ഉടനെ സൂപ്പർ വോക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ആയതിനു ശേഷം നമ്പർ ന്യൂമറിക്കലി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണാൻ കഴിയും. ജസ്റ്റ് ഫംഗ്ഷനായിട്ട് എഴുതി കാണിച്ചു എന്നുള്ള തരത്തിലല്ല ഉള്ളതല്ല, എങ്ങനെയാണോ നിങ്ങളുടെ മൊബൈലിൽ ഓൺ ബ്രാൻഡിന്റെ ഓൺ ചാർജർ എങ്ങനെയാണോ പെർഫോം ചെയ്യുക അതേ തരത്തിൽ ഇറൈസിന്റെ EC76 പെർഫോം ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓൾറെഡി ഇതിന്റെ 3 വേരിയന്റ് ആണ് അവൈലബിൾ ഉള്ളത്. C2 iPhone, C2C, USB to micro. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, നിങ്ങൾക്ക് 3 തരത്തിലുള്ള ചാർജറും ഈ ഒരൊറ്റ വേരിയന്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. സോ എല്ലാ ഫംഗ്ഷൻസും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ഹിയറിംഗ് മീ, താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഐ ആം സൈനിങ് ഓഫ്.